തെങ്ങിൻ്റെ വളപ്രയോഗം അതെങ്ങനെയാണ് എഫക്റ്റീവായി ചെയ്യാൻ കഴിയുക? ഈ ദീർഘകാല വിളയ്ക്ക് വളപ്രയോഗം വർഷത്തിൽ 2 തവണയാണ് ചെയ്യുന്നത്. ഈ പോഷകങ്ങൾ പ്രധാനപ്പെട്ടതാണ് NPK തന്നെ സെക്കൻഡറി ആയിട്ടുള്ള മൂലകങ്ങളുണ്ട്, ടേർഷറി ആയിട്ടുള്ള മൂലകങ്ങളുണ്ട്. NPK പ്രാഥമിക മൂലകങ്ങളുടെ വിഭാഗത്തിൽ വരുന്നു. തെങ്ങിൻ്റെ പരിപാലനത്തിന് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും വളപ്രയോഗം, അതിൻ്റെ രോഗകീട പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായി മനസ്സിലാക്കാം. ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പെർട്ട്, അപ്ടെക് ലിമിറ്റഡ്. തെങ്ങിൻ്റെ വളപ്രയോഗം അതെങ്ങനെയാണ് എഫക്റ്റീവായി ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുക? സാധാരണഗതിയിൽ ഇതൊരു ദീർഘകാല വിളയാണ്. ഈ ദീർഘകാല വിളയ്ക്ക് വളപ്രയോഗം വർഷത്തിൽ 2 തവണയാണ് ചെയ്യുന്നത്. പ്രധാന വളപ്രയോഗം 2 തവണ. അത് മെയ് ജൂൺ മാസങ്ങളിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുമാണ് ചെയ്യുന്നത്. അത് മഴയെ ആശ്രയിച്ചാണ്. നമുക്കറിയാം കാലവർഷവും തുലാവർഷവും. ഈ 2 സീസണെ ആശ്രയിച്ചാണ് നമ്മൾ വളം ചെയ്യുന്നത്. വളം ചെയ്യുന്നതിന് മുമ്പ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മണ്ണിൽ ഡോളോമൈറ്റോ കുമ്മായമോ ചേർത്ത് കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? മണ്ണിൻ്റെ അമ്ലക്ഷാര സൂചിക ക്രമീകരിക്കാൻ വേണ്ടി. അങ്ങനെ അമ്ലക്ഷാര സൂചിക ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ വളം ചെയ്യാവൂ. അതിന് ഏകദേശം ഒരു 2 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കണം. എന്തിനാണ് ഈ വളം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഈ വളം ഒരു പോഷകമാണ്, അല്ലേ? സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളുടെ ഒരു മിശ്രിതമാണ് വളം. ഈ പോഷകങ്ങളാണ് സസ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും ഉൽപാദന മികവുണ്ടാക്കുന്നതും രോഗപ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി നല്ല രീതിയിലുള്ള കായിക വളർച്ച സമ്മാനിക്കുന്നതുമൊക്കെ ഈ പോഷകങ്ങളാണ്. ഈ പോഷകങ്ങൾ പ്രധാനപ്പെട്ടതാണ് NPK തന്നെ സെക്കൻഡറി ആയിട്ടുള്ള മൂലകങ്ങളുണ്ട്, ടേർഷറി ആയിട്ടുള്ള മൂലകങ്ങളുണ്ട്. NPK പ്രാഥമിക മൂലകങ്ങളുടെ വിഭാഗത്തിൽ വരുന്നു. എന്താണ് ഈ പ്രാഥമിക മൂലകങ്ങൾ ഈ വിളയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? നമുക്കറിയാം, നൈട്രജൻ സസ്യങ്ങളിൽ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നു, അന്നജ നിർമ്മാണ പ്രക്രിയ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഫോസ്ഫറസ് ആണെങ്കിൽ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും മണ്ണിൽ കരുത്തോടുകൂടി ആ വിളയെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു, പൂവിടാനുള്ള ശേഷിയും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. പൊട്ടാസ്യം ആണെങ്കിൽ മൊത്തത്തിൽ ആ വിളയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു, കായ്ഫലം വർദ്ധിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ NPK മൂലകങ്ങൾ ഒരു വിളയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിയന്ത്രിച്ചു സജീവമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ വളപ്രയോഗം എഫക്റ്റീവായി ചെയ്തേ പറ്റൂ. അത്തരത്തിലുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു വളമാണ് അപ്ടെക് സൂപ്പർ മീൽ. ഇതാണ് അപ്ടെക് സൂപ്പർ മീൽ. ഈ സൂപ്പർ മീലിനകത്ത് നമ്മുടെ തെങ്ങിന് ആവശ്യമായിട്ടുള്ള NPK മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപ്ടെക് സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ജീവാണുക്കളുടെ കൺസോർഷ്യവും വരുന്നുണ്ട്. എന്തളവിൽ കൊടുക്കണം, അതൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. അപ്ടെക് സൂപ്പർ മീൽ മണ്ണിൽ കൊടുക്കുന്നത് തൈത്തെങ്ങുകൾക്കാണെങ്കിൽ 1 കിലോ തടം 1 മണ്ണിൽ ചേർത്ത് കൊടുക്കണം. സൂപ്പർ മീൽ തെങ്ങും തടത്തിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. അതേസമയം ദീർഘകാലം വിളവ് തരുന്ന കായ്ഫലമുള്ള തെങ്ങുകൾക്ക് 2 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം വരെ തടം 1 മണ്ണിൽ ചേർത്ത് കൊടുക്കണം. ഇത് വർഷത്തിൽ 2 തവണയെങ്കിലും ചെയ്തിരിക്കണം. മെയ് ജൂൺ മാസങ്ങളിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും നിർബന്ധമായും അപ്ടെക് സൂപ്പർ മീൽ തെങ്ങിൻ തടത്തിൽ വളപ്രയോഗത്തിനായി ഉപയോഗിക്കുക.